ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ ഗൗതം ഗംഭീറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പണത്തിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. ഗൗതം, താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരും ദേശത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഇംപ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ താങ്കൾ മാത്രമല്ല മറ്റുള്ള ക്രിക്കറ്റേഴ്സും വെറും പണത്തിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്നതാണ്. അതെങ്ങനെ? അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ 7 ലക്ഷം രൂപ അവർക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ വൺ ഡേ കളിക്കുന്ന സമയത്ത് 4 ലക്ഷം ലഭിക്കും. അതുപോലെ IPL-ൽ ഗൗതം ഗംഭീർ കളിക്കുമ്പോൾ 79 ലക്ഷമാണ് കിട്ടുന്നത്. സോ ഒബിയസ്ലി 79 ലക്ഷം താങ്കൾ വിടില്ല. അല്ല സാർ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ IPL-ൽ 5 മാച്ച് കളിച്ചാൽ, അതായത് 5 മാച്ച് കളിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അതിനുള്ള കാശ് കിട്ടുകയുള്ളൂ. പക്ഷെ ഒരുപാട് പേർ എന്റെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് 5 മാച്ചിന് ശേഷം കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ കളിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലായിരുന്നു. കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് കോൺട്രവേഴ്സികളുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ IPL മിസ് ചെയ്യുന്നില്ല എന്നതും. ബിഷൻ സിംഗ് ബേദി നമ്മുടെ ഫോർമർ ക്യാപ്റ്റനാണ്. അദ്ദേഹം പറയുന്നു നമ്മുടെ ഗൗതം ഗംഭീറിന് ഏപ്രിൽ അതുപോലെ മെയ് സമയങ്ങളിൽ പരിക്ക് പറ്റിയിരുന്നു. പക്ഷേ IPL-ൽ കളിക്കാൻ വേണ്ടി താങ്കൾ ഒരു ട്രീറ്റ്മെന്റും എടുത്തില്ലെന്നും അദ്ദേഹം പറയുന്നു. ആദ്യം എങ്ങനെയാണ് ബഹുമാനം കൊടുക്കേണ്ടതെന്ന് അറിയണം മിസ്റ്റർ ബേഡി. ആദ്യം സത്യം എന്താണെന്ന്, അല്ലെങ്കിൽ ഫാക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവർ പറയുന്നത് പോലെ എനിക്ക് വലിയ ബാധിപ്പൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു ചെറിയ സംഭവമായിരുന്നു. ഇത്രയൊക്കെ ക്രിക്കറ്റ് കളിച്ച ഒരാളല്ലേ, അദ്ദേഹത്തിന് ഇതൊക്കെ അറിയണമായിരുന്നു. പരിക്കെന്ന് പറയുമ്പോൾ ഏതൊരു ക്രിക്കറ്റർക്കും കളിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. ഞാനന്ന് വേൾഡ് കപ്പിൽ കളിക്കുമ്പോൾ ഞാൻ റണ്ണെടുക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് താഴെ വീണു. ആ സമയത്ത് തീർച്ചയായിട്ടും ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ഞാൻ താഴെ വീണതുപോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാം. പക്ഷേ 2 ദിവസത്തിന് ശേഷം എനിക്ക് ചെറിയ വേദന തോന്നി. പിന്നെ ഞാൻ ഫിസിയോതെറാപ്പിയുടെ അടുത്ത് പോയിട്ട് കാണിച്ചു. പക്ഷേ പേടിക്കാനൊന്നുമില്ലെന്ന് അവർ പറഞ്ഞത്. പിന്നെ IPL കളിക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വളരെ ഫിറ്റ് ആയിരുന്നു. ഞാൻ ത്രോ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ കൂടെയുള്ള ലാസ്റ്റ് മാച്ചിൽ, ലീഗ് മാച്ച്, അതും കൊൽക്കത്തയിൽ, ഞാൻ ഫീൽഡിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീണ്ടും താഴെ വീണു. അപ്പം ഞാനൊരു ത്രോ എറിഞ്ഞു. ആ സമയത്ത് എൻ്റെ വേദന വല്ലാതെ കൂടിയെന്ന് പറയാം. ആ സമയത്ത് ആ മാച്ചിൽ 20 സെക്കൻഡ് ആയിരുന്നു സമയം ഉണ്ടായിരുന്നത്. ആ മാച്ചിൽ ഞങ്ങൾ തീരുമാനിച്ചു, അതായത് മാച്ചിന് ശേഷവും വേദന തുടരുകയാണെങ്കിൽ MRI ചെയ്യാമെന്ന്. 23-ന് ഞങ്ങൾ മുംബൈയിലേക്ക് പോയിട്ട് MRI ചെയ്തു. 22-ന് കൽക്കട്ടയിൽ മാച്ച് ഉണ്ടായിരുന്നു. 25-ന് പ്ലേ ഓഫ് മാച്ചും ഉണ്ടായിരുന്നു. 23-ന് ഞാൻ പെട്ടെന്ന് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട്, ടീമാണെങ്കിൽ വൈകുന്നേരം വരുമായിരുന്നുള്ളൂ, ഞാൻ രാവിലെ തന്നെ പോയിട്ട് MRI എടുത്തു. MRIയുടെ റിപ്പോർട്ട് ഒരു ദിവസം കഴിഞ്ഞേ വരൂ. അതായത് 24-നാണ് റിപ്പോർട്ട് കിട്ടിയത്. 24-ന് രാത്രിയാണ് എനിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയത്. 25-നാണെങ്കിൽ ഞങ്ങൾക്ക് പ്ലേ ഓഫ് മാച്ച് ഉണ്ട് താനും. ഞാൻ സത്യമാണ് പറയുന്നത്. 25-ന് ഞങ്ങൾക്ക് പ്ലേ ഓഫ് മാച്ച് ഉണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനോട് ഞാൻ പറഞ്ഞു, റിപ്പോർട്ടിൽ എന്ത് തന്നെ ആയാലും ശരി, അടുത്ത മാച്ചിൽ എനിക്ക് എന്തായാലും കളിക്കണമെന്ന്. അതെന്റെ പേഴ്സണൽ കാര്യമാണെന്നും പറഞ്ഞു. സോ അദ്ദേഹം എന്നോട് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ടിനകത്ത് എന്ത് തന്നെയാണെങ്കിലും ശരി, ഞാൻ അടുത്ത മാച്ച് കളിക്കണമെന്ന് പറഞ്ഞു. KKR ആദ്യമായിട്ടാണ് പ്ലേ ഓഫിലെത്തിയത്. പിന്നെ ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, കളിക്കാതിരുന്നുകൊണ്ട് ടീമിനെ ലെറ്റ് ഡൗൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ഒരു കാര്യം മാത്രമാണ് അവരോട് ചോദിച്ചത്, അടുത്ത മാച്ചിൽ ഞാൻ കളിക്കുകയാണെങ്കിൽ എത്രമാത്രം ഡിഫറൻസ് അത് ഉണ്ടാക്കും എന്ന് ഞാൻ ചോദിച്ചു. വലിയ ഡിഫറൻസ് ഒന്നും തന്നെ ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒന്നും മാറാനും പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഈ മാച്ചിൽ എനിക്ക് കളിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾക്ക് പരിക്ക് പറ്റി, MRI റിപ്പോർട്ട് പോലും താങ്കൾ കണ്ടില്ല, എന്നിട്ടും താങ്കൾ മാച്ച് കളിക്കുമെന്ന് വാശി പിടിച്ചു. അപ്പോൾ ജനങ്ങൾ അങ്ങനെ കരുതില്ലേ താങ്കൾ പണത്തിന് വേണ്ടിയാണ് ഇത്രയും വാശി പിടിക്കുന്നതെന്ന്? ആ സമയത്ത് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഒരു കാര്യമാണ്. അന്ന് KKR എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ നിന്നു. അതിലുണ്ടായിരുന്ന ജീവനക്കാരും പിന്നെ ഓണറും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ആദ്യമായിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷേ ഇഞ്ചുറി സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്റെ ഷോൾഡറിൽ വേദന ഉണ്ടാവുകയാണെങ്കിലോ ഞാൻ തീർച്ചയായിട്ടും ഈ മാച്ച് കളിച്ചേ മതിയാവൂ. ഒരിക്കലും അത് ലെറ്റ് ഡൗൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എക്സാക്ട് ആയിട്ട് ഇത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ ഒന്നും തന്നെ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ 25-ന്റെ അന്ന് BCCIക്ക് മെയിൽ തന്നെ അയക്കില്ലായിരുന്നു എന്റെ സ്കാൻ റിപ്പോർട്ട്സ്. 24-ന് തന്നെ ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ കിട്ടി. പിന്നെ 25th മോർണിംഗ് ഞങ്ങൾ ആ റിപ്പോർട്ടുകൾ മെയിൽ ചെയ്തു. ഒരുപക്ഷെ ഞങ്ങൾക്ക് 25ന് മെയിൽ അയക്കാതെ 26-നും മെയിൽ അയക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് തന്നെ എന്തുകൊണ്ടാണ് മെയിൽ അയച്ചതെന്ന് വെച്ചാൽ അതിൽ മറയ്ക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ഇംപ്രഷൻ ക്രിയേറ്റ് ആയെന്ന് വെച്ചാൽ താങ്കൾ ആ ഇഞ്ചുറി മറയ്ക്കാതിരുന്നിരുന്നെങ്കിൽ BCCI പോലും താങ്കളെ സെലക്ട് ചെയ്യില്ലായിരുന്നു, അതായത് വെസ്റ്റ് ഇൻഡീസ് ടൂറിലെ ക്യാപ്റ്റനായിട്ട്. സാർ, പരിക്കുന്നത് സെലക്ടേഴ്സിന് അറിയില്ലല്ലോ എത്രത്തോളം ഇഞ്ചുറി ഉണ്ടെന്ന്. സാർ, സത്യം എന്താണെന്ന് വെച്ചാൽ അത് ഇഞ്ചുറി അല്ല, അത് സെലക്ഷന്റെയും പിന്നെ IPLന്റെയും ഇടയ്ക്ക് സംഭവിച്ചതാണ്. എനിക്ക് 22-ാം തീയതിയാണ് ഇഞ്ചുറി ഉണ്ടായത്. 26-ാം തീയതി ഞാൻ വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ട് ക്യാപ്റ്റനായിട്ട് കളിക്കുക തന്നെ ചെയ്തു. ആ സമയത്ത് ഞാൻ ഇഞ്ചൂർഡ് അല്ലായിരുന്നു. ഒരുപക്ഷെ ഇഞ്ചൂർഡ് ആയിരുന്നെങ്കിൽ ഞാൻ സെലക്ടേഴ്സിനോട് പറയുമായിരുന്നു, ഞാൻ പോകുന്നില്ല, എന്നെ നിങ്ങൾ ക്യാപ്റ്റൻ ആക്കേണ്ടെന്ന് പറയുമായിരുന്നു. 25th കളിക്കാതിരുന്നിരുന്നെങ്കിൽ ഇത്രത്തോളം ഇഞ്ചുറി വരില്ലായിരുന്നു. അപ്പോൾ താങ്കൾക്ക് വെസ്റ്റ് ഇൻഡീസിൽ ക്യാപ്റ്റനായിട്ട് കളിക്കാൻ ഒരു സന്ദർഭം കിട്ടി. സാർ, 24-ന് ഫിസിയോതെറാപ്പിസ്റ്റ് എന്റെ അടുത്ത് വന്ന് 4 മുതൽ 6 വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, സോ
അപ്പോഴും എനിക്ക് വെസ്റ്റ് ഇൻഡീസിൽ പോകാൻ പറ്റില്ലായിരുന്നു. സോ എല്ലാവരും അറിയണം, ഫിസിയോതെറാപ്പിസ്റ്റ് 4 മുതൽ 6 വരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. അത് 25th മാച്ചിന് ഒരു വ്യത്യാസവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു മാച്ച് കളിക്കുന്നതുകൊണ്ട് ഞാൻ അഗ്രവേറ്റും ആകുന്നില്ല, അങ്ങനെ ഒന്നും ആവാൻ പോകുന്നില്ല. ഞാൻ പെട്ടെന്ന് ഔട്ടായി. ആ സമയത്ത് ഇഞ്ചുറി കുറച്ച് അധികമായി. 4 മണി മുതൽ 6 മണി വരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അത് ഒരു മാച്ചിനെ വല്ലാതെ ബാധിക്കൊന്നുമില്ല. പക്ഷെ ഒരുപാട് പേര് വെറുതെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി. 25th മാച്ച് ഞാൻ കളിച്ചില്ലായിരുന്നെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൽ പോകാമായിരുന്നു എന്ന്. അതൊക്കെ തന്നെ തെറ്റാണ്, അതിലൊരു സത്യവും. ഇതുപോലത്തെ ഇംപ്രഷനൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്? ന്യൂസ് പേപ്പറിൽ വായിക്കാറുണ്ട്, TV ന്യൂസിൽ ഞങ്ങൾ കാണാറുണ്ട്, ഗൗതം ഗംഭീറിനെ ഷാറൂഖ് ഖാൻ 11 കോടി കൊടുത്ത് വാങ്ങിച്ചെന്ന്. സാർ അതെ, അത് പിന്നെ പബ്ലിക്കായി മാറി. ഞങ്ങൾക്ക് എത്ര പണം കിട്ടുന്നുണ്ടെന്നൊക്കെ പബ്ലിക്കിന് അറിയാം. ഞങ്ങൾ പണത്തിന് വേണ്ടിയാണ് കളിക്കുന്നതെന്ന് പബ്ലിക് കരുതുന്നു. പക്ഷെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞതുപോലെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് താങ്കൾ കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്? ഒരിക്കലും ഇല്ല. അതായത് ദിസ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഷാറൂഖ് എത്തരത്തിലുള്ള ഒരാളാണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് പ്രഷർ തന്നിട്ടേയില്ല. ഒരു ഓണറും ഞങ്ങളിൽ പ്രഷർ ഉണ്ടാക്കിയിട്ടില്ല. ഒരു സപ്പോർട്ട് സ്റ്റാഫ് പോലും ഞങ്ങളോട് അങ്ങനെ ചെയ്തിട്ടില്ല. അവസാന മാച്ചിൽ KKRന് വേണ്ടിയും ഷാറൂഖ് ഖാനിന് വേണ്ടിയും താങ്കളുടെ മേൽ യാതൊരുവിധ പ്രഷറും ആരും തന്നില്ലേ? ഒരിക്കലും ഇല്ല. അങ്ങനെ ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതെന്റെ പേഴ്സണൽ ഡിസിഷനാണ്. ബിക്കോസ് ആസ് എ ക്യാപ്റ്റൻ ഞാൻ എന്റെ ടീമിനെ ലെറ്റ് ഡൗൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. KKRന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയായിരുന്നു. അദ്ദേഹം എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് എന്നെ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയത് തന്നെ. സോ അദ്ദേഹത്തിന് എന്നോടുള്ള ആ വിശ്വാസം കൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്, ആ മാച്ച് കളിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് ഞാനത് കളിച്ചത്. അതായത് ഷാറൂഖ് ഖാനെ പറ്റി പറയുകയാണെങ്കിൽ ആ മാച്ചിന് മുന്നേ എന്നോട് ഒരു തവണ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ മാച്ച് നീ നിർബന്ധമായിട്ടും കളിക്കണമെന്ന്. ഐ തിങ്ക് അതെന്റെ പേഴ്സണൽ ഡിസിഷൻ ആയിരുന്നു. KKRനും ഇതിനും യാതൊരു ബന്ധവുമില്ല. ആ മാച്ചിൽ കളിക്കണമെന്നത് ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ്. സോ കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കാൻ പാടില്ല. അതുപോലെ ഈ കാര്യം ജനങ്ങളോട് പറയാ, താങ്കൾ എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറിയത്? വലിയ പ്ലേയേഴ്സ് ധാരാളം ഉണ്ടായിരുന്നിട്ടും അവരെ ആരെയും സെലക്ട് ചെയ്യാതെ ഗൗതം ഗംഭീറിന് എന്തിനാണ് ഷാറൂഖ് ഖാൻ 11 കോടി നൽകിയത്? സാർ, വലിയ പ്ലേയേഴ്സിനെ ജനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആരും വലിയ പ്ലെയർ ആവുന്നില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇന്ത്യൻ ടീമിൽ ആരൊക്കെ നന്നായിട്ട് കളിച്ചാലും ശരി, എല്ലാവരും ഈക്വലാണ്. അതായത് ഇഷാന്ത് ആണെങ്കിലും ശരി, വിരാട് കോഹ്ലി ആണെങ്കിലും ശരി, MS ധോണി ആണെങ്കിലും എല്ലാവരും ഈക്വലാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന എല്ലാവരും ഈക്വലാണ്. പിന്നെ ഷാറൂഖ് ആവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, എന്നെ വിശ്വസിക്കുന്ന കാര്യത്തിൽ അവർക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. എന്നെ കൊണ്ട് 100% പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. അത് മാത്രമല്ല, ഒരു ഫ്രാഞ്ചൈസിൽ മാത്രം നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മളത്ര എക്സ്പെൻസീവായിട്ട് മാറണമെന്നില്ല. നമുക്ക് വേണ്ടി ഒരു 3-4 ഫ്രാഞ്ചൈസുകൾ ഉണ്ടാവണം. അങ്ങനെ ഒരു റെക്കഗ്നേഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ റേറ്റ് ഉയരുകയുള്ളൂ. ബട്ട് ഐ തിങ്ക് അവരെന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അതെന്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ പറയും. അവരെന്റെ മേൽ ഇത്രയും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു അവകാശമുണ്ടല്ലോ. അതായത് ആ വിശ്വാസം ഞാൻ അവർക്ക് തിരിച്ചു നൽകണം. മേ ബി അതൊരു റീസൺ ആയിരിക്കാം. ഞാൻ ആ മാച്ചിൽ കളിച്ചത് അത് മണി പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പക്ഷേ ഇത് താങ്കൾക്ക് സങ്കടം തരുന്നതല്ലേ? താങ്കൾ ഡൽഹിയിലുള്ള വ്യക്തിയാണ്, എപ്പോഴും ഡൽഹി തന്നെ ഉള്ള ആള്, ഡൽഹിക്ക് വേണ്ടി കളിച്ച വ്യക്തിയാണ്. പക്ഷേ IPLന് വേണ്ടി താങ്കൾ ബാബു മോഷായി മാറി. ഐ തിങ്ക് കൽക്കട്ടയിലുള്ള ആളുകൾ എന്നെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും. അവരുടെ ആ ഒരു പിന്തുണ എനിക്ക് കിട്ടിയത് തന്നെ വലിയ പിന്തുണ കിട്ടിയെന്നോ? പക്ഷെ ഞാൻ അറിഞ്ഞത് കൊൽക്കത്തക്കാർക്ക് താങ്കളോട് ദേഷ്യമാണെന്ന്, അതായത് ദാദയെ ഒതുക്കിയിട്ട് താങ്കളെ ക്യാപ്റ്റൻ ആക്കിയതിന്. അതെ, സത്യമാണ്. ആദ്യത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരൊന്നും മാച്ച് കാണാൻ വന്നിരുന്നില്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ എല്ലാ മാച്ചുകളും ഹൗസ്ഫുൾ ആയിരുന്നു. ഹൗസ്ഫുൾ ആയതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അവിടെ 70-75,000 കപ്പാസിറ്റി ഉണ്ട്. അത്രയും പേര് നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഐ തിങ്ക് ജനങ്ങൾ എന്താണ് ഞാൻ കേട്ടത്, കൊൽക്കത്തക്കാർ സൗരവ് ഗാംഗുലിയെ മാത്രമേ ഒരു ക്രിക്കറ്ററായിട്ട് അംഗീകരിക്കുന്നുള്ളൂ എന്നാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രമാണ് അവർ വരുന്നത്. അല്ല, അതൊന്നും സത്യമല്ല. ഒരുപക്ഷെ സത്യമായിരുന്നെങ്കിൽ ജനങ്ങൾ ഒരിക്കലും IPL കാണാൻ വരില്ലായിരുന്നു. ആദ്യത്തെ മാച്ചിന്റെ കാര്യം ഞാൻ സമ്മതിക്കാം, ഒരുപാട് പേരൊന്നും വന്നില്ല. അതിനുശേഷം നോക്കുകയാണെങ്കിൽ പിന്നീടുള്ള 6 മാച്ചുകളിൽ മുഴുവൻ ഗാലറിയും ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. എല്ലാവരുടെയും ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് IPLന് പ്രത്യേക സ്ഥാനം നൽകുന്നു. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ റിക്കി പോണ്ടിങ്, മൈക്കൽ ക്ലാർക്ക്, ഇവരെല്ലാവരും എന്തുകൊണ്ട് IPLൽ കളിക്കുന്നില്ലെന്ന് വെച്ചാൽ കൺട്രിക്ക് വേണ്ടി കളിക്കണം, അതുകൊണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന് അങ്ങനെ ഇല്ലല്ലോ. IPL ഒരു BCCയുടെ ടൂർണമെന്റ് തന്നെയാണ്. IPL ഈസ് എ ഡൊമസ്റ്റിക് ടൂർണമെന്റ്. ഇന്ത്യൻ പ്ലേയേഴ്സ് IPL കളിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് IPL മുന്നോട്ട് പോവുക? ജനങ്ങൾ ഇതെങ്ങനെയാണ് മറക്കുക? IPLും നമ്മുടെ ടൂർണമെന്റ് തന്നെയാണ്. ലൈക്ക് രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, വേറെ എന്ത് ടൂർണമെന്റ് ആണെങ്കിലും ശരി, ഇതൊരു ഡൊമസ്റ്റിക് ടൂർണമെന്റ് ആണ്. നിങ്ങൾ IPLൽ വെറും പണം മാത്രമേ കാണുന്നുള്ളൂ. അതിനപ്പുറമുള്ള പോസിറ്റീവുകൾ കാണണം. ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. IPL കാരണം നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് എത്രമാത്രം ശക്തമാണ്. സമ്മൺ ലൈക്ക് യൂസഫ് പഠാൻ, രവീന്ദ്ര ജഡേജ, ധോണി, ഇങ്ങനെയുള്ള പ്ലേയേഴ്സ്, വൃദ്ധിമാൻ സാഹ, ഇവരൊക്കെ IPL കളിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിച്ചവരാണ്.
നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുമ്പോൾ അപ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതും പരിഗണിക്കേണ്ടതുണ്ട്. IPL കാരണം നമുക്ക് എത്രമാത്രം കിട്ടിയിട്ടുണ്ട് എന്ന്. ബാക്കിയുള്ള കൺട്രീസ് ഒന്നും ഇത്ര സ്ട്രോങ് ആയിട്ടില്ല. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ആൻഡ്രൂ ഫ്ലിൻഡോഫ് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇംഗ്ലണ്ടിനെ ഇന്ത്യയിൽ വെച്ച് 6-0 തോൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ 6-0 നമ്മൾ തോറ്റതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉറപ്പായിട്ടും IPL ആണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ത്യൻ പ്ലേയേഴ്സിന് വളരെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്ലേയേഴ്സിന് ഒരു ഫ്രീഡവും പിന്നെ സെക്യൂരിറ്റിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. IPL വളരെ നന്നായിട്ട് അവർ കളിക്കുന്നു, വളരെ ഫ്രീ ആയിട്ട് കളിക്കുന്നു. IPLന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. IPLലൂടെ ഒരുപാട് പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും IPL പണത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറയുന്നത്? IPLലൂടെ ഒരുപാട് പുതിയ ടാലന്റുകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. IPLലൂടെ ഒരുപാട് പേര് ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുണ്ട്. IPL ഫണ്ണാണ്, ക്രിക്കറ്റ് വളരെ കുറവാണെന്നാണല്ലോ ഞാൻ കേട്ടത്. അത് മേ ബി ക്രൗഡിൽ നിന്ന് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഫണ്ട് കൂടുതലുള്ളതായിട്ട് തോന്നാം. പക്ഷേ പ്ലേയേഴ്സിനോട് ചോദിച്ചാൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ എത്രമാത്രം പ്രഷർ ഉണ്ടാവുമോ അത്ര തന്നെ IPLലും ഉണ്ടാവും. IPLലും ടോപ്പ് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. എല്ലാ ടീമും ഈക്വലായിട്ട് ബാലൻസ്ഡ് ആയിരിക്കും. IPL ക്രിക്കറ്റ് നല്ലതല്ലായിരുന്നെങ്കിൽ അതൊരിക്കലും സക്സസ്ഫുൾ ആയില്ലായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഷോ ബേസിൽ അങ്ങേക്ക് താല്പര്യമില്ലേ? നിങ്ങൾക്കൊരു ഡീസന്റ് ലുക്ക് ഉണ്ടായിട്ടും അഡ്വർടൈസ്മെന്റിൽ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനൊരു ക്രിക്കറ്ററാണ്. എന്റെ പണി ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ്, ഫീൽഡിൽ പോയിട്ട് പെർഫോം ചെയ്യുക. അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും ഞാൻ ഷോബിഷിനെ പോലെ ചിന്തിക്കുകയില്ല. അതായത് എന്നെ സെലക്ട് ചെയ്യുവാൻ വേണ്ടി ക്രിക്കറ്റ് കളിച്ച് റൺസ് ശേഖരിക്കണം, വേറെ ഒന്നിനും വേണ്ടിയല്ല. വേറെ കാര്യങ്ങൾക്ക് ഒരുപാട് പേര് വേറെയുണ്ട്, അവർക്കൊക്കെ ഇൻട്രസ്റ്റും ഉണ്ട്. എന്നെ ഒരാൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ആത്മാർത്ഥമായിരിക്കണം. ഞാൻ എന്തായാലും റൺ എടുക്കണം, അതുപോലെ ടീമിനെ ജയിപ്പിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും തന്നെ. ഗൗതം, അദ്ദേഹം പറയുന്നത് താങ്കളുടെ ലുക്ക് വളരെ നന്നായിട്ടുണ്ട്, സിനിമയിൽ അഭിനയിക്കാമല്ലോ. ധാരാളം ക്രിക്കറ്റേഴ്സിന് ലുക്സ് ഒന്നും അത്രയ്ക്ക് കാണില്ല, എന്നാലും അവർ ധാരാളം ഫിലിം സ്റ്റാർസിനൊപ്പമാണ് കാണാറുള്ളത്. സർ, ഹോണസ്റ്റ്ലി ഞാൻ ഇതുവരെ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് അതിനകത്തേക്ക് പോകണമെന്ന് യാതൊരു താല്പര്യവുമില്ല. ക്രിക്കറ്റ് കളിക്കുന്നിടത്തോളം കാലം പൂർണ്ണ മനസ്സോടെ എനിക്ക് കളിക്കാൻ പറ്റണം. നമ്മുടെ രാജ്യത്തെ ജയിപ്പിക്കാൻ എനിക്ക് പറ്റാവുന്നത്ര ചെയ്യും. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് ശേഷം മാത്രമേ ചിന്തിക്കൂ. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ പോകുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. താങ്കൾ ഷാരൂഖ് ഖാനൊപ്പം ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നും ആലോചിക്കാറില്ലേ? ഇല്ല സർ, ചിന്തിക്കാറില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടൊരു ഇൻഡസ്ട്രി ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ട് വേറൊന്നുണ്ട്. എൻ്റെ പണി ക്രിക്കറ്റ് കളിക്കണം, നന്നായിട്ട് പെർഫോം ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ലിമിറ്റിൽ നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറം സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഗൗതം, താങ്കൾ വളരെ നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.